ജ്യോതിപകം ജീവദായകം ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷാ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം? കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളത് വിശ്വസിക്കുന്നില്ല. പേടിയാണ്, ഭയമാണ്. പലരും നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, സിസ്റ്ററെ പേടിയാ, ഇരുട്ടിനെ പേടി, ഒറ്റയ്ക്കിരിക്കാൻ പേടി, മുന്നോട്ട് പോകാൻ പേടി, ഒരു കാര്യം തന്നെ ചെയ്യാൻ പറ്റത്തില്ല, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും പേടിയിലും ഭയത്തിലും കഴിയുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കെന്തും ചെയ്യാൻ സാധിക്കും. ഈ ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുന്നത് പൈശാചിക ശക്തിയാണ്. എന്നാൽ ധൈര്യവും ശക്തിയും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുള്ളവർക്കാണ്. ഭയം എവിടെയുണ്ടോ നമ്മൾ ഓർത്തുകൊള്ളുക, അവിടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നില്ല. ആ പൈശാചിക ശക്തി നമ്മളെ അടിമപ്പെടുത്തി ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ നശിപ്പിക്കും. ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ എപ്പോഴും ഇങ്ങനെ ഭയവും ആകുലതയും അസ്വസ്ഥതയും നമ്മുടെ മനസ്സിലിങ്ങനെ നിറച്ച് ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ 12 ഫലങ്ങൾ, അതിലെത്ര ഫലങ്ങൾ എന്നിലുണ്ട്? ആ ഫലങ്ങളാണ് യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് നമ്മളിൽ വളരേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും. എന്നാൽ പിശാചിൻ്റെ സ്വഭാവ ഗുണങ്ങളായ പേടിയും ഭയവും ആകുലതയും അസ്വസ്ഥതയും ടെൻഷനും കടന്നു വരുന്നുവെങ്കിൽ ഞാൻ ആരുടെ മകനാണ്, മകളാണ്? ഞാൻ ആർക്കാണ് അടിമപ്പെട്ടിരിക്കുന്നത്? യേശുവിൻ്റെ മകനാണെങ്കിൽ, മകളാണെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പൻ്റെ സ്വഭാവമാണ് വേണ്ടത്. നമുക്കറിയാം, ചില മക്കളെ കാണുമ്പോൾ ചിലർ പറയാറുണ്ട്, അപ്പൻ്റെ അതേ സ്വഭാവം അവന് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ അതേ സ്വഭാവം മകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാണെങ്കിൽ, യേശുവിൻ്റെ മകനും മകളുമാണെങ്കിൽ, ആ യേശുവിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് നമ്മളിൽ ഓരോരുത്തരിലേക്കും വർദ്ധിച്ചു വരേണ്ടത്. അതിനു പകരം പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വഭാവമാകുന്ന ഈ പേടിയും ഭയവും ആകുലതയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല, എങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഇങ്ങനെയുള്ള പരാതിയും പരിഭ്രമവും അസ്വസ്ഥതകളുമാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ നമ്മൾ പിശാചിൻ്റെ മക്കളാണ്. അവിടെ ചിന്തിച്ചു നോക്കുക, ഞാൻ ആരുടെ മകനാണ്, മകളാണ്? എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണോ എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്? എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണോ ഞാൻ ഇന്ന് എൻ്റെ ചുറ്റുമുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത്? സ്നേഹിക്കാൻ, ക്ഷമിക്കുവാൻ, കരുണ കാണിക്കുവാൻ, സന്തോഷിക്കുവാൻ, സമാധാനവും ക്ഷമയും ആത്മനിയന്ത്രണവുമൊക്കെ എന്നിലുണ്ട് എങ്കിൽ ഞാൻ യേശുവിൻ്റെ സ്വഭാവ ഗുണമുള്ള യേശുവിൻ്റെ മകളായി, യേശുവിൻ്റെ മകനായി ജീവിക്കുന്നവരാണ്. നമുക്കറിയാം, 91-ാം സങ്കീർത്തനം മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ നമ്മളതൊക്കെ വായിച്ചു പോകുന്നതല്ലാതെ അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് സ്വന്തമാക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾ സ്വായത്തമാക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെയുള്ളത്. എവിടെ എന്ത് കാര്യം ചെയ്യും? ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒരു കാലഘട്ടത്തിൽ പൈശാചിക ശക്തിക്ക് അടിമയായിരുന്നു. ഭയത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനോ ഒരു കാര്യം ചെയ്യാനോ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഏകദേശം സിസ്റ്ററാകുന്ന നോഷിറ്റ് കാലഘട്ടത്തിലാണ് എനിക്കതിൽ നിന്നൊരു വിടുതൽ കിട്ടിയത്. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പേടിയും ഭയവും ആകുലതയൊക്കെ വിട്ടുമാറി.
പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, വചനപ്രഘോഷണ മേഖലയിലേക്ക് എന്നെ നയിക്കുന്നു, അല്ലെങ്കിൽ വചനപ്രഘോഷണ മേഖലയിലേക്കാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് എൻ്റെ അധികാരികളിൽ കൂടി, എൻ്റെ സ്ഥാപക പിതാവായ CJ വർക്കിയച്ചനിൽ കൂടി കർത്താവ് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി പോയ വ്യക്തിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഫീൽഡ് മാറി നേഴ്സിംഗ് ഫീൽഡിലേക്ക് പോയതാണ്. പക്ഷേ അവിടെയും കർത്താവ് എന്നെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും വചനപ്രഘോഷണ മേഖലയിലേക്ക് എന്നെ ഇന്ന് എത്തിച്ചുവെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടിയത് കൊണ്ടാണ്. ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാർ ധൈര്യം ഭാവിച്ചതുപോലെ, ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ അവരുടെ പേടിയും ഭയവും ആകുലതയും അവരിൽ നിന്ന് വിട്ടുപോയതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഈ പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചപ്പോഴാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ എനിക്ക് ധൈര്യം കിട്ടിയത്. 10ാം ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യത്തിന് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഒരു കാര്യത്തിന് ഞാൻ ആരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്കുപോലും സംസാരിക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു, ഭയമായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറച്ചു കഴിഞ്ഞപ്പോൾ, ആ പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നൊക്കെ ഞാൻ രക്ഷ നേടുകയാണ്. ഈ രക്ഷയാണ് നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. ഇവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഈശോയെ പ്രഘോഷിക്കുവാൻ, ആരുടെ മുമ്പിൽ എന്തും ചെയ്യുവാൻ, ഈ ലോകത്തിൽ ഒരു വ്യക്തിയെയും ഒരു ശക്തിയെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയുമ്പോഴാണ്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ 15-ാം വാക്യത്തിൽ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും, ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും, എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അതെ, കർത്താവിൻ്റെ രക്ഷ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതും ഇവിടെയാണ്. നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. എൻ്റെ ആകുലതകൾ, എൻ്റെ അസ്വസ്ഥതകൾ എന്തിനാണോ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ നമ്മൾ കർത്താവിനോട് പറയണം. ഞാൻ കർത്താവിൻ്റെ അടുത്തിരുന്ന് മണിക്കൂറുകളോളം കരഞ്ഞ് എൻ്റെ ഉടുപ്പ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. കണ്ണുനീരോടുകൂടി ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാ ദൈവമേ നീ എനിക്ക് ഇതുപോലെ ഭയത്തിന് എന്നെ അടിമപ്പെടുത്തിയത്? ഈ ഭയത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ലല്ലോ എന്ന് ഞാൻ കണ്ണുനീരോടുകൂടി പല പ്രാവശ്യം ചോദിച്ച് കരഞ്ഞു. അവസാനം എൻ്റെ കണ്ണുനീരുകൾക്ക്, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. എൻ്റെ ഭയം കർത്താവ് എടുത്തു മാറ്റി. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിച്ചത്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ കർത്താവ് നമ്മുടെ മേൽ നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചു, ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ സാധിച്ചു, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിയാൻ സാധിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണ് ദൈവമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കണ്ണുനീരുകളോടെ നമ്മൾ പ്രാർത്ഥിക്കണം. സഹനങ്ങളും കുരിശുകളും വേദനകളും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആത്മീയ അഭിഷേകം നമുക്കുണ്ടാവുകയുള്ളൂ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട്. ഓർമ്മ വച്ച നാളു മുതൽ പല സഹനങ്ങളിൽ കൂടി വേദനകളിൽ കൂടി കടന്നുപോയപ്പോഴാണ് ആ കണ്ണുനീരിൻ്റെയും സഹനത്തിൻ്റെയും ഒടുവിലാണ് കർത്താവിൻ്റെ കൃപയും സ്നേഹവും സംരക്ഷണവും അഭിഷേകവും നിറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ സഹനങ്ങളും വേദനകളും മാറിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. ആ സഹനത്തിൻ്റെയും വേദനയുടെയും പിന്നിൽ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ദൈവത്തിൻ്റെ മഹത്വീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കൽ വചനം തുറന്നു ചോദിച്ചു, കർത്താവേ, ഞാൻ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരം തരണം. എന്തിനാണ് ഞാൻ ഈ ഭയത്തിന് ഇങ്ങനെ അടിമയായി പോകാൻ കാരണമെന്നുള്ള ഉത്തരം നീ എനിക്ക് തരണമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തുറന്നു.
വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ചോദിക്കുന്നുണ്ട്. ഈശോയോട് അവർ ചോദിക്കുകയാണ്, ഇവൻ അന്ധനായി ജനിക്കാനുള്ള കാരണം ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമാണോ? അപ്പോൾ ഈശോ അവരോട് മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകാനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ വചനം വായിച്ചപ്പോൾ എനിക്കതിൻ്റെ വ്യാകരണോ അർത്ഥമോ ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വചനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളാണോ ഞാൻ? ദൈവത്തിന് പ്രവർത്തിക്കാൻ എനിക്കതിന് കഴിവില്ല. എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയത്തിൻ്റെ അടിമയാണ് ഞാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് തെറ്റിപ്പോയി, നിനക്ക് വേറെ ആരെയെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു. ഇതെനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് തന്നെ പോയാലോ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രമാത്രം സഹനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുമോ എന്ന് പോലും ഞാൻ സംശയിച്ച കാലഘട്ടങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു നിറഞ്ഞപ്പോൾ ആ വചനം ഇന്നെനിക്ക് അന്വർത്ഥമായി തീർന്നു. കർത്താവിൻ്റെ മഹത്വം കാണാൻ, കർത്താവിൻ്റെ രക്ഷ കാണുവാനായിരുന്നു ഈ സഹനത്തിൽ കൂടി കർത്താവ് എന്നെ പറഞ്ഞയച്ചതെന്ന്. ഒരിക്കൽ ഞാൻ വചനപ്രഘോഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വർക്കിച്ചിൻ്റെ ഞങ്ങളുടെ സ്ഥാപക പിതാവായ CJ വർക്കീച്ചിൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് ആശീർവാദം മേടിച്ചിട്ടാണ് വചനവേദിയിലേക്ക് പോകുന്നത്. അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന്, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഏത് വിഷയമാണ് ഇപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛാ, ദൈവസ്നേഹത്തെക്കുറിച്ച്. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതുമാത്രമേ നീ പങ്കുവയ്ക്കാവുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, അച്ഛാ, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ വചനവേദിയിലേക്ക് പോയി ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കരുണയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമൊക്കെ ഞാൻ പങ്കുവച്ചു. കണ്ണുനീരോടുകൂടിയായിരുന്നു ആ വേദിയിൽ ഞാൻ പങ്കുവച്ചത്. കേട്ടുകൊണ്ടിരുന്നവരൊക്കെ കണ്ണുനീരോടുകൂടി അത് കേട്ടു. അപ്പം ഞാൻ തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ്റെ അടുക്കൽ വന്ന്, അച്ഛാ, ക്ലാസ് നന്നായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റി. പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ജനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴെനിക്കത് പറയാനായിട്ട് പറ്റാതെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇതാണ് ശരിയായ വചനപ്രഘോഷണം. നീ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചുമാണ് നീ ദൈവജനത്തിൻ്റെ മുമ്പിൽ പങ്കുവയ്ക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചുമല്ല. ഞാനും ഇവിടെ ഇരുന്നു കൊണ്ട്, അച്ഛൻ രോഗാവസ്ഥയിൽ റെസ്റ്റിൽ മുറിയിലിരിക്കുന്ന ടൈമാണ്. അച്ഛൻ അങ്ങോട്ട് വരാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ വചന പ്രഘോഷണ മേഖലയിൽ ഞങ്ങൾ ഓരോ ക്ലാസ്സും എടുക്കുമ്പോൾ അച്ഛനെല്ലാം ശ്രദ്ധിക്കും. അച്ഛൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഒരു ബോക്സ് അച്ഛൻ്റെ മുറിയിലേക്ക് വെച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരും ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ്റെ കിടക്കയിൽ കടന്നുകൊണ്ട് തന്നെ അച്ഛൻ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ കണ്ണുനീരോടുകൂടെ എന്നോട് പറഞ്ഞു, മോളെ, നീ ക്ലാസ് എടുത്തപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, നിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് നീ പങ്കുവച്ചപ്പോൾ എൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇതാണ് നമ്മൾ ദൈവജനത്തോട് പങ്കുവയ്ക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാനായിട്ടും സഹനങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകാനായിട്ടും ദൈവം ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ആത്മാവിൻ്റെ ശക്തിയുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവരാകാം, സമർപ്പണ ജീവിതം നയിക്കുന്നവരാകാം, വൈദിക ജീവിതം നയിക്കുന്നവരാകാം. നിങ്ങളുടെ ആരുടെയൊക്കെ ജീവിതത്തിലാണോ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങൾ പൊഴിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിൽ നിന്ന് ഓടിയകലുവാനായിട്ട് നമ്മൾ ഇടയാകരുത്. ആ സഹനങ്ങളാണ് ദൈവം മഹത്വത്തിൻ്റെതാക്കി മാറ്റുന്നത്.
ഈശോ കുരിശിൽ മരിച്ചതും ഈശോ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ നിന്ന് രക്തം വിറ്റിറ്റു വാർന്നു വീണപ്പോഴും ഓരോ സഹനങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും പരിശുദ്ധി അമ്മ ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട മകന് സഹനങ്ങൾ കൊടുത്തവരോട് ചോദിച്ചിട്ടില്ല, പ്രതികാരം ചെയ്തില്ല, അവരെ ആരെയും നിന്ദിച്ചില്ല, അവരോടാരോടും ദേഷ്യപ്പെട്ടില്ല. തൻ്റെ പുത്രൻ്റെ സഹനം, തൻ്റെ പുത്രൻ്റെ കുരിശുമരണം, പീഡാസഹനം ദൈവപിതാവിൻ്റെ പദ്ധതിയാണെന്ന് പരിശുദ്ധി അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ തളർന്നു വീഴുന്ന നിമിഷത്തിലും 4-ാം സ്ഥലത്ത് കുരിശിൻ്റെ വഴിയിൽ കൂടി പോകുമ്പോൾ തൻ്റെ പുത്രൻ കുരിശുമായിട്ട് വീണു. എഴുന്നേൽക്കാൻ ശക്തിയില്ലാതെ അവിടുന്ന് വേദനിക്കുന്ന കണ്ടപ്പോൾ അമ്മ ഓടിച്ചെന്നു. അമ്മയുടെ കണ്ണുകളിലേക്ക് പുത്രൻ നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ നിന്ന് ശക്തി ഈശോയ്ക്ക് ലഭിക്കുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ കുരിശുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, സഹനങ്ങളെ സ്വീകരിക്കാൻ ശക്തിയില്ലാതെ നമ്മൾ തളർന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കേണ്ട കണ്ണുകൾ പരിശുദ്ധി അമ്മയുടെയും ഈശോയുടെയും കുരിശുകളിലേക്കാണ്. ആ പരിശുദ്ധി അമ്മയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി, ആ ഈശോയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ നമുക്ക് തരും. കാരണം നമുക്ക് മുമ്പേ ഈശോയും പരിശുദ്ധി അമ്മയും ഈ സഹനങ്ങളെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും ഈശോ നമുക്ക് മുമ്പേ സഹിച്ചിട്ടുണ്ട്, പരിശുദ്ധി അമ്മ നമുക്ക് മുമ്പേ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളരരുത്. കർത്താവിൻ്റെ രക്ഷ, കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചില അവസരങ്ങളിൽ ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ചോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ഈ ജീവിതത്തിൽ ഈ സഹനങ്ങളിൽ നിന്ന് എനിക്ക് അതിജീവിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടാനായിട്ട് സാധിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇവിടെയാണ് നമ്മൾ യേശുവിൻ്റെ രക്ഷ, യേശുവിൻ്റെ സംരക്ഷണം, യേശുവിൻ്റെ കൃപ അനുഭവിച്ചറിയേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 91-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. യേശുവിൻ്റെ സ്നേഹത്തിൽ യേശുവിനോട് ചേർന്ന്, യേശുവിനോട് ആരൊക്കെയാണോ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവിൻ്റെ സംരക്ഷണവും സ്നേഹവും ദൈവത്തിൻ്റെ ഇടപെടലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. യേശുവിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ രക്ഷ അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുക, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുക്കുക. അവിടെ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ടത് പരിശുദ്ധി അമ്മയുടെ മാതൃകയാണ്. പരിശുദ്ധി അമ്മ തൻ്റെ പുത്രനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവപിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി തൻ്റെ പുത്രനെയും തൻ്റെയും ജീവിതത്തെ പരിപൂർണമായിട്ടും സമർപ്പിച്ചു. ദൈവപിതാവിൻ്റെ ഹിതമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറഞ്ഞ നിമിഷം മുതൽ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ദൈവത്തോട് മറുതലിക്കാതെ, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സംരക്ഷണവും അനുഭവിക്കുന്നവരായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധി അമ്മയാണ് നമുക്കതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ള വ്യക്തി. ആ അമ്മയുടെ ശക്തിയിൽ, അമ്മയുടെ സംരക്ഷണത്തിൽ, അമ്മയിൽ ആശ്രയിക്കുമ്പോൾ, അമ്മേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല,
ഈ കുരിശ് ചുമക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, എന്നെ സഹായിക്കണമേ എന്ന് അമ്മയോടൊന്ന് അപേക്ഷിച്ചേ. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധി അമ്മയാണ്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും, നമ്മളെ സഹായിക്കും. ഏത് ഭാരമേറിയ കുരിശും ചുമക്കാനായിട്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നമ്മൾ പറയണം, ഈശോയിൽ ആശ്രയിക്കണം, ദൈവസ്നേഹത്തിൽ ആശ്രയിക്കണം. നമുക്കറിയാം, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിനത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ സ്വീകാര്യമായ സമയം എന്ന് പറയുന്നത് നമ്മൾ എത്ര നാൾ സഹിക്കണം, എപ്പോഴാണ് ഈ സഹനത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടത്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇപ്പോഴെനിക്ക് വേണം, ഇന്നെനിക്ക് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് ഉത്തരം കിട്ടണം എന്നുള്ള വാശിയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി കാത്തിരിക്കണം. സ്വീകാര്യമായ സമയത്ത്, കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ താഴ്മയോടെ നിൽക്ക്, തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തിക്കൊള്ളാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴെന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ഇതൊക്കെ കർത്താവ് ഒരുക്കിക്കൊള്ളും. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, പരിശുദ്ധി അമ്മയെ പോലെ പരിപൂർണമായിട്ടും നമ്മളെ തന്നെ അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക. ഈശോയെ പോലെ, ദൈവമേ ഈ കാസ എനിക്കിന്ന് കുടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, ഈ കാസ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചൊരു നിമിഷം ഈശോയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ദൈവപുത്രനായിരുന്നിട്ട് പോലും, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന്. പക്ഷേ ഈശോ വീണ്ടും പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഹിതമില്ല, അങ്ങയുടെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. നമ്മളും ഇതുപോലെയാണ്. കർത്താവേ എനിക്ക് പറ്റത്തില്ല, കർത്താവേ എനിക്കിത് സഹിക്കാൻ പറ്റുമോ, ഞാൻ തളർന്നു പോകുന്നു, ഇത് ഞാൻ എങ്ങനെ കുടിക്കും, ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ ഒരു നിമിഷം നമ്മളും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഈ സഹനം ഈശോ അനുവദിക്കുന്നതാ. ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ദൈവമേ നീ എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിന്റെ തിരുഹിതത്തിന് ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. നമ്മളെ ഈശോ പഠിപ്പിച്ചതിനാണ്. ഈശോ ഇതുപോലെ നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈശോയും ഇതുപോലെ പ്രാർത്ഥിച്ചത്. ഈശോയുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടായപ്പോൾ ഒരു നിമിഷം ഈശോയും ഇതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ അന്വർത്ഥമാക്കണം. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ഈശോയും പരിശുദ്ധി അമ്മയും നമുക്ക് പ്രദാനം ചെയ്യും. അതിന് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരിശുദ്ധി അമ്മ നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ കൂടി, ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ കൂടി പരിശുദ്ധി അമ്മ നടന്നു നീങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ സഹനങ്ങളിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.